കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമത്തിൽ ഇടപെട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് കാരുണ്യ വഴി മരുന്നുകൾ എത്തിക്കാൻ നടപടി തുടങ്ങിയതായി മന്ത്രി അറിയിച്ചു. സൗജന്യ ചികിത്സയ്ക്കുള്ള മരുന്നുകൾക്കാണ് ക്ഷാമം. ആരോഗ്യമേഖലയ്ക്ക് കേന്ദ്ര സർക്കാർ പണം അനുവദിക്കാത്തത് തിരിച്ചടിയായെന്നും വീണ ജോർജ് പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായ വിഷയം അവിടെ ഈ സൗജന്യ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ വിവിധ സ്കീമുകളിൽ ചികിത്സാ ധനസഹായങ്ങൾ ലഭിക്കുന്ന, അതായത് ആ രീതിയിലുള്ള സപ്പോർട്ട് ലഭിക്കുന്നവരെ, ആ സ്കീമുകളിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ലോക്കലായിട്ട് അവർ വാങ്ങിക്കുന്ന മരുന്നുകൾക്ക് ഷോർട്ടേജ് ഉണ്ടായി എന്നുള്ളതാണ്. അത് സർക്കാർ ഇടപെട്ടുകൊണ്ട് സമാന്തരമായി കാരുണ്യ ഫാർമസി വഴി ഈ മരുന്നുകൾ അവൈലബിൾ ആക്കുന്നതിന് തീരുമാനിച്ചു. 2023-24 സാമ്പത്തിക വർഷം കേന്ദ്ര സർക്കാർ നമുക്ക് നൽകാനുള്ളത് 800 കോടിയോളം രൂപയാണ്. 1 രൂപ പോലും നമുക്കത് ലഭിച്ചിട്ടില്ല. ഞാനത് നിരന്തരമായിട്ട് ഇടപെട്ടുകൊണ്ട് കേന്ദ്രവുമായിട്ട് ആശയവിനിമയം നടത്തി അത് തരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ. പക്ഷെ നമുക്ക് ലഭിച്ചിട്ടില്ല.